Hi dears, welcome to Tooth File. JCI ഡെയിലി സ്റ്റഡി പാറ്റേണിലെ ഡേ 5 ആണ് മൺഡേ 27/5/2024. മൺഡേയിലെ ടോപ്പിക്ക് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ബാങ്കിങ്ങിൻ്റെ സിലബസിനെ മൊത്തം 26 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2-വിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്ക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ അകത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ് ആണ് തിങ്കളാഴ്ച കവർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആസ് പെർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് പർപ്പസ് ടു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ബേസിക് സർവീസസ് ഓഫ് ബാങ്കിങ് ടു ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് സ്മോൾ ടു മീഡിയം സൈസ്ഡ് ബിസിനസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ കസ്റ്റമേഴ്സിനും സ്മോൾ ടു മീഡിയം സൈസ്ഡ് ബിസിനസ്സിനും ബേസിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ബേസിക് സർവീസിൽ? പ്രൊവൈഡ് ലോൺസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ആളുകളുടെ കയ്യിൽ നിന്ന് അമൗണ്ട്സ് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിട്ട് അവർക്ക് അത്യാവശ്യം ബേസിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. The two primary characteristics of commercial bank are lending and borrowing. രണ്ട് പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ്? ലെൻഡിങ് ആൻഡ് ബോറോയിങ്, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. ദ ബാങ്ക് റിസീവ് ദ ഡെപ്പോസിറ്റ് ആൻഡ് ഗീവ് മണി ടു വേരിയസ് പ്രോജക്റ്റ് ടു ഏൺ ഇൻട്രസ്റ്റ്. ബാങ്ക് എന്ത് ചെയ്യുകയാണ്? ആളുകളിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുകയും ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വേരിയേഷൻ വരുന്നു. അങ്ങനെ ഒരു സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും ലോൺ കൊടുക്കുന്നതിന് ഉള്ള ഇൻട്രസ്റ്റും തമ്മിലുള്ള വേരിയേഷൻ, അങ്ങനെ ഒരു ഡിഫറൻസ് ഡിഫറൻസിലൂടെ എന്ത് ചെയ്യുന്നു? ഏൺ ചെയ്യുന്നു. അതാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് എ ബാങ്ക് ഓഫർ ടു ദ ഡെപ്പോസിറ്ററീസ് നോൺ ആസ് ബോറോവിങ് റേറ്റ്. ബോറോവിങ് റേറ്റ് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നവർക്ക് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്ന പേരാണ് ബോറോവിങ് റേറ്റ്. വൈൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ ബാങ്ക് ലെൻഡ് മണി ഈസ് നോൺ ആസ് ബാങ്ക് കൊടുക്കുന്ന പണത്തിന് ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് ലെൻഡിങ് റേറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും രണ്ടായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻ വരിക? പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ദെൻ ഗ്രാൻഡിങ് അഡ്വാൻസസും. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് അഡ്വാൻസസ് ആണ് പ്രൈമറി ഫങ്ഷനിൽ വരുന്നത്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഗ്രാൻഡിങ് അഡ്വാൻസസും, അല്ലെങ്കിൽ നമുക്ക് ലെൻഡിങ് മണി എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ് കൊടുക്കുന്നു. അതല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? ലോൺസ്, ലെൻഡിങ് മണി, കസ്റ്റമേഴ്സിന് മണി ലെൻഡ് ചെയ്യുന്നു. ലെൻഡിങ് മണി, ഇതാണ് രണ്ട് പ്രൈമറി ഫങ്ഷൻസ്. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഡെപ്പോസിറ്റുകളും വരുന്നുണ്ട്. ദെൻ ഗ്രാൻഡിങ് അഡ്വാൻസ് അല്ലെങ്കിൽ ലെൻഡിങ് മണിയിൽ ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ലോൺ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ വരുന്നതാണ് സെക്കൻഡറി ഫങ്ഷൻ. സെക്കൻഡറി ഫങ്ഷനിൽ ഏജൻസി ഫങ്ഷനും ഉണ്ട്, യൂട്ടിലിറ്റി ഫങ്ഷൻസും ഉണ്ട്. ഏജൻസി ഫങ്ഷനിൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, കളക്ഷൻ ഓഫ് ചെക്ക്, പീരിയോഡിക് ഫങ്ഷൻസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതർ ഏജൻസി ഫങ്ഷൻസ്. യൂട്ടിലിറ്റി ഫങ്ഷനിൽ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്, ലോക്കർ, പ്രോജക്റ്റ് റിപ്പോർട്ട്സ്, അതർ യൂട്ടിലിറ്റി ഫങ്ഷൻസ്, ഇതെല്ലാം ആണ് യൂട്ടിലിറ്റി ഫങ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? പ്രൈമറി ഫങ്ഷനാണ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. അതിൽ നമുക്ക് ഏത് നോക്കാം? പ്രൈമറി ഫങ്ഷൻ. ഇപ്പോൾ പ്രൈമറി ഫങ്ഷനിൽ ഫസ്റ്റ് എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. പല ടൈപ്പിലുള്ള ഡെപ്പോസിറ്റ് ബാങ്കുകൾ റിസീവ് ചെയ്യുന്നു. ദ ബാങ്ക് ടേക്ക് ഡെപ്പോസിറ്റ് ഇൻ ദ ഫോം ഓഫ് സേവിങ്സ്, കറണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദ സർപ്ലസ് ബാലൻസ് കളക്റ്റഡ് ഫ്രം ദ ഫേം ആൻഡ് ഇൻഡിവിജ്വൽ ആർ ലെൻഡ് ടു ദ ടെമ്പററി റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്.
അപ്പോൾ എന്താണ് പറയുന്നത്? ബാങ്ക് ടേക്ക് ഡെപ്പോസിറ്റ്, ഏതൊക്കെ ഫോമിലാണ്? സേവിങ്സ് ബാങ്ക്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൻ്റെ സർപ്ലസ് അങ്ങനെ കളക്ട് ചെയ്യുന്നതിൻ്റെ സർപ്ലസ് ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിന് അവരുടെ ടെമ്പററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനിലൂടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട ഡെപ്പോസിറ്റാണ് കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് അക്കൗണ്ട് ഓപ്പൺ ബൈ ട്രേഡേഴ്സ് ബിസിനസ് പേഴ്സൺസ് ഓപ്പൺ ചെയ്യുന്ന നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടാണ് എന്ത് ഫെസിലിറ്റി ഉള്ളത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്? എക്സിറ്റിംഗ് ബാലൻസിൽ അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാളും കൂടുതൽ നിന്ന് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് ഡെപ്പോസിറ്റാണ്? ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഡെപ്പോസിറ്റുകൾ രണ്ടായിട്ടൂടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റും. എപ്പോൾ ഡിമാൻഡ് ചെയ്താലും നമുക്ക് തരുന്ന ടൈപ്പ് ഡെപ്പോസിറ്റുകളെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടേമിന് ശേഷം മാത്രം നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റുകളാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്നതാണ് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും. എപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്താലും നമുക്കത് അതിൻ്റെ അമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ടേം ഡെപ്പോസിറ്റിൽ വരുന്നതാണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതൊക്കെ ആ പറയുന്ന ടേം കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴാണ് അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളതാണ് ടേം ഡെപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. അതിൻ്റെ അത് എന്താ? നോ ലിമിറ്റേഷൻ, നമ്പർ ഓഫ് ട്രാൻസാക്ഷനിൽ ലിമിറ്റേഷൻ ഇല്ല. നോ ലിമിറ്റേഷൻ. എത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു മാസം നടത്താൻ പറ്റും. ഏത് ലിമിറ്റ് പറയുന്നില്ല. അതുകൊണ്ടാണ് അത് എന്തിനു വേണ്ടിയിട്ട്? ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ നടത്താൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അഥവാ SB അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്താണ്? ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് ആണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളുടെ ത്രിഫ്റ്റ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പ്രൊമോട്ട് ത്രിഫ്റ്റ്. ഈ അക്കൗണ്ട് എന്താണ്? മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെന്താ? ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് ആണ്. പക്ഷേ കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഏത് ടൈമിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്നുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ആളുകളുടെ ത്രിഫ്റ്റ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുകയുള്ളൂ. ഡിപ്പോസിറ്റർക്ക് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റർ ക്യാൻ നോമിനേറ്റ് ഓൺലി 1 പേഴ്സൺ. ഒരാളെ ഡെപ്പോസിറ്റിലേക്ക് നോമിനി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ എന്തുണ്ട്? ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നോ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് മിനിമം ബാലൻസ് വേണ്ടാത്ത അക്കൗണ്ട്, അതാണ് നോ ഫ്രിൽ അക്കൗണ്ട്. നോ ഫ്രിൽ അക്കൗണ്ട് ലോഞ്ച് ചെയ്ത് RBI 2005 SB അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് RBI കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് 1/3/2003 മുതലാണ്. ദെൻ 2010 മുതൽ April 1, 2010 മുതൽ സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെയിലി ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് 1/3 RBI ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നേരം യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മിനിമം ബാലൻസ് മെത്തേഡായിരുന്നു. മിനിമം ബാലൻസ് മെത്തേഡിൽ ഒരു മാസത്തെ 10-ാം തീയതി മുതൽ ആ മാസത്തെ ലാസ്റ്റ് ഡേ വരെയുള്ളതിൻ്റെ മിനിമം ബാലൻസ് എടുത്തിട്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ചാർട്ടഡ് ഓൺ ദ മിനിമം ബാലൻസ് ഹെൽഡ് ഇൻ ദ അക്കൗണ്ട് ഡ്യൂറിങ് ദ പീരിയഡ് ഫ്രം 10th day ടു ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് കലണ്ടർ മന്ത്. ഈ SB അക്കൗണ്ടിൻ്റെ സേഫ്റ്റിയും റിലയബിലിറ്റിയുമാണ് ആളുകളെ ആ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് ക്യാഷ് പാർക്ക് ചെയ്യാനായിട്ടൊരു ഗുഡ് ഒപ്പീനിയനായിട്ട് SB അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ എന്താണ്? സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റിയാണ്. ആ സേഫ്റ്റിയും റിലയബിലിറ്റിയും കൊണ്ടാണ് SB അക്കൗണ്ട് ഒരു ഗുഡ് ഒപ്പീനിയൻ ടു പാർക്ക് ക്യാഷ് എന്ന് കസ്റ്റമേഴ്സ് ഡിസൈഡ് ചെയ്യാൻ കാരണം.
അപ്പോൾ നോ ഫ്രിൽ അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് 2005-ലാണ്. അതിൻ്റെ അകത്ത് ഒന്നുകിൽ ബാലൻസ് വേണ്ട, അല്ല എങ്കിൽ വളരെ ചെറിയൊരു ബാലൻസ് മതിയായിരുന്നു. ഈ ഐഡിയ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ കാരണം എന്താണ്? എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവരെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നോ ഫ്രിൽ അക്കൗണ്ട്സ് കൊണ്ടുവന്നത്. പിന്നീട് 2012 നോ ഫ്രിൽ അക്കൗണ്ട്സിൻ്റെ പേര് എന്തായിട്ട് മാറ്റി? BSBD അക്കൗണ്ട് അഥവാ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാക്കി. അതും എന്താണ്, നോ ഫ്രിൽ അക്കൗണ്ട് പോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. അതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളൂ. കുറച്ച് കണ്ടീഷൻസ് കൂടെ എക്സ്ട്രാ വന്നു. അതിൻ്റെ അകത്ത് അപ്പർ മന്ത്ലി ലിമിറ്റ് 50,000 രൂപയിലേക്ക് ലിമിറ്റ് ചെയ്യുകയും മോണിറ്ററി ലിമിറ്റ് ഓഫ് ടോട്ടൽ ക്രെഡിറ്റ് അക്കൗണ്ട് 1 ഇയർ, ഒരു വർഷത്തെ ടോട്ടൽ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്ന അപ്പർ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയായി. മന്ത്ലി എന്നുള്ളത് എത്രയായിരുന്നു? 50,000 രൂപയിലേക്കായി. പിന്നെ വിഡ്രോ ചെയ്യുന്നത് അപ്പർ മോണിറ്ററി ലിമിറ്റ് ടു വിഡ്രോവൽസ് മെയ്ഡ് ഇൻ എ പർട്ടിക്കുലർ മന്ത്, ഒരു പർട്ടിക്കുലർ മന്തിൽ വിഡ്രോ ചെയ്യുന്നതിൻ്റെ അപ്പർ മോണിറ്ററി ലിമിറ്റ് 10,000 രൂപയിലേക്കുമായി. പിന്നെ മാക്സിമം 4 വിഡ്രോവൽസ് ആണ് ഒരു പർട്ടിക്കുലർ മന്തിൽ പെർമിറ്റ് ചെയ്യുകയുള്ളായിരുന്നു. ഒരു പർട്ടിക്കുലർ മന്തിൽ എത്ര വിഡ്രോവൽസേ ഉള്ളൂ? 4 വിഡ്രോവൽ മാത്രമാണ്, 4 വിഡ്രോവൽസ് മാത്രമാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ BSBD അക്കൗണ്ട്, ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് BSBD അക്കൗണ്ട് ഉള്ള ആൾക്ക് ആ ബാങ്കിൽ വേറൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. BSBD അക്കൗണ്ടിന് ATM കാർഡ് ഫെസിലിറ്റി ഉണ്ട്. ഇനി ഓൾറെഡി ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള SB അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് എ ടേം ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്? ഒരു ടേം ഡെപ്പോസിറ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഒരു ടേം, ഇത്ര ടേമിലേക്കെന്ന് പറഞ്ഞാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റാണ് FDR റെസിപ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അതിൻ്റെ അകത്ത് എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോട്ട് ട്രാൻസ്ഫറബിൾ എന്നാണ്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് മച്യൂരിറ്റിക്ക് മുമ്പായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രീ മച്വർ ക്ലോസിങ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് 7 ദിവസവും മാക്സിമം പീരീഡ് 10 വർഷവുമാണ്. ഓഫ് ലോസ്റ്റ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിന് നമ്മൾ ബാങ്കിൽ കൊടുക്കേണ്ടത് എന്താണ്? ഇൻഡെംനിറ്റി ബോണ്ട് കൊടുക്കണം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡസ് നോട്ട് ക്ലെയിം ആഫ്റ്റർ മച്യൂരിറ്റി കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ക്ലെയിം ചെയ്തില്ല എങ്കിൽ അതിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് SP അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ആ FDക്ക് നമ്മൾ കോൺട്രാക്ട് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റും, FD ഇടുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലീസ്റ്റ് ഏതാണോ ആ ഇൻട്രസ്റ്റ് റേറ്റാണ് നമ്മൾക്ക് കിട്ടുക. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ലോൺ എടുക്കാനുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ. നെക്സ്റ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD. ഒരു സ്പെസിഫിക് എമൗണ്ട് ബാങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് മന്ത്ലി ബേസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഒരു ഫിക്സഡ് ടെന്യൂർ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് എന്ത്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിൽ മന്ത്ലി ബേസിൽ, അതിനുശേഷം അതിൻ്റെ ടേം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം അങ്ങനെ പറഞ്ഞ് നമ്മൾ എല്ലാ മാസവും ഇത്ര എമൗണ്ട് വീതം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ മച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് ആ എമൗണ്ട് റിട്ടേൺ ചെയ്യുന്ന ആ അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബേസിലാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാസ ഡെപ്പോസിറ്റ്. കാസ കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കാസ ഡെപ്പോസിറ്റ്. അത് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ദേ ആർ നോൺ ടേം ഡെപ്പോസിറ്റ് കമ്പൈനിങ് ദ ബെനഫിറ്റ് ഓഫ് കറണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ഫീച്ചേഴ്സ് കിട്ടുന്ന അക്കൗണ്ടാണ് കാസ ഡെപ്പോസിറ്റ്. കാസ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്? ലോവർ ഇൻട്രസ്റ്റ് റേറ്റാണ് കാസ ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലെക്സി ബാങ്ക് അക്കൗണ്ട്. ഫ്ലെക്സി കമ്പൈൻസ് ദ ബെനഫിറ്റ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. FD ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു. എന്നാൽ ലൈക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റി ലഭിക്കുന്ന അക്കൗണ്ടാണ് ഫ്ലെക്സി ബാങ്ക് അക്കൗണ്ട്. കസ്റ്റമറിന് എന്ത് ചെയ്യാം? ഫണ്ട് വിഡ്രോ ചെയ്യാം ഫ്ലെക്സി അക്കൗണ്ടിൽ നിന്ന്. ബാക്കിയുള്ളത് സേവിങ്സ് അക്കൗണ്ടിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം, ട്രാൻസ്ഫർ ടു ഹിസ് സേവിങ്സ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് റാഫ അക്കൗണ്ട്. റാഫ എന്ന് പറയുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് റാഫ എന്ന് പറയുന്നത്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ടിൻ്റെയും നമ്മൾ കൊടുക്കുന്ന റേഷ്യോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കും എത്ര എമൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പോകണം എന്നുള്ളത് കൊടുക്കുന്ന റേഷ്യോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൈമറി ഫംഗ്ഷനിലെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഒരു പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഫംഗ്ഷനാണ് ലോണും അഡ്വാൻസസും എൻ്റർപ്രണേഴ്സിനും ബിസിനസ് പീപ്പിൾസിനും ഇൻട്രസ്റ്റ് കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഫോർ എവരി ബാങ്ക് ഇറ്റ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. എല്ലാ ബാങ്കിൻ്റെയും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോൺ കൊടുക്കുക, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുക. ദിസ് പ്രോസസ് ബാങ്ക് റിട്ടേൺ എ സ്മോളർ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ് ആസ് എ റിസർവ് ആൻഡ് ഓഫർ ദ റിമൈനിങ് എമൗണ്ട് ടു ദ ബോറോവർ ഇൻ ഡിമാൻഡ് ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് മോർ സച്ച് ബാങ്ക്സ്. കളക്ട് ചെയ്യുന്ന ബാങ്ക് എമൗണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം റിസർവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്സ് ആളുകൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടും ഷോർട്ട് ടേം ലോൺസ് ഒക്കെ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുകയാണ് ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ലോൺസിൻ്റെ അത് ആദ്യം വരുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന്, ബിസിനസ് പർപ്പസിന് എടുക്കുന്ന കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന്, ബിസിനസ് ആളുകൾ എടുക്കുന്ന കറണ്ട് അക്കൗണ്ടിൻ്റെ അകത്ത് എക്സസ് എമൗണ്ട് കസ്റ്റമേഴ്സിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു ഷോർട്ട് ടേം ലോൺ ഗിവൺ ടു ദ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ഫോർ എമർജൻസി റിക്വയർമെൻറ്റ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് എമർജൻസി റിക്വയർമെൻറ്റിന് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോൺസ് ആണ് എന്ത്? ഓവർ ഡ്രാഫ്റ്റ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓവർ ഡ്രാഫ്റ്റ് അവൈൽ ചെയ്യാൻ പറ്റും. ഓവർ ഡ്രാഫ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ല എങ്കിൽ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്യാഷ് ക്രെഡിറ്റ്. എന്താണ്? ഒരു കസ്റ്റമറിന് ക്യാഷ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വെൻ എ കസ്റ്റമർ ഈസ് പ്രൊവൈഡഡ് വിത്ത് ക്രെഡിറ്റ് ഓർ ലോൺ, ദേ ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ലിക്വിഡ് ക്യാഷ്. അവർക്ക് ലിക്വിഡ് ക്യാഷ് കൊടുക്കല്ല, ലോണായിട്ട് ക്രെഡിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് എ ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ ദ കസ്റ്റമർ ആൻഡ് ദെൻ ദ മണി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അക്കൗണ്ട്. ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ എമൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് അലൗസ് ദ ബാങ്ക് ടു ക്രിയേറ്റ് മണി. അങ്ങനെ ബാങ്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത്. ഷോർട്ട് ടൈം ലോൺസ് ടു ബിസിനസ് ഫോർ മേക്കിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനുള്ള ഷോർട്ട് ടൈം ക്രെഡിറ്റ് ആണ് ക്യാഷ് ക്രെഡിറ്റിലൂടെ അവൈലബിൾ ആകുന്നത്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് പ്രൊവൈഡഡ് ടു കറണ്ട് അക്കൗണ്ട് ഹോൾഡർ. കറണ്ട് അക്കൗണ്ട് ഹോൾഡറിനാണ് ക്യാഷ് ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിനും ലിമിറ്റ് ഉണ്ട്, പക്ഷേ പർച്ചേസിങ് പവർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ലോണിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, അങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ. ബാങ്ക് പ്രൊവൈഡ് ലോൺ എമൗണ്ട് ഓൺലി ത്രൂ അക്കൗണ്ട് ഫോർ ക്രിയേറ്റ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ലോൺസ് എങ്ങനെ മാത്രമാണ് കൊടുക്കുകയുള്ളൂ? ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമാണ് ലോൺ കൊടുക്കുകയുള്ളൂ. Prediction by commercial bank is determined by CRR and SLR and initial deposits. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കേണ്ട എമൗണ്ട്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് CRRും SLRും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ലോൺസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വെക്കുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ബട്ട് ക്രെഡിറ്റ് കൺട്രോൾ ബൈ RBI. ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കാണ്. പക്ഷേ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ദെൻ സെക്കൻഡറി ഫംഗ്ഷൻ. ബാങ്കിൻ്റെ സെക്കൻഡറി ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. നെക്സ്റ്റ് ഏജൻസി സർവീസസ്. ബാങ്ക് കസ്റ്റമറിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്ത് കസ്റ്റമറിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സർവീസസുകളെയാണ് നമ്മൾ ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. ദ സർവീസ് റെൻഡേർഡ് ബൈ ബാങ്ക് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ കസ്റ്റമർ ഈസ് ഏജൻസി സർവീസസ്. ബാങ്ക് കസ്റ്റമറിൻ്റെ ഏജൻ്റായിട്ട് ചെയ്തു കൊടുക്കുന്ന ഫങ്ഷൻസ്. കളക്ഷൻ ഓഫ് ബില്ല്, ചെക്ക്, ഡ്രാഫ്റ്റ്. കസ്റ്റമറിന് വേണ്ടി കസ്റ്റമറിൻ്റെ ബില്ല്, ചെക്ക്, ഡ്രാഫ്റ്റുകളൊക്കെ ഒരു ഏജൻ്റായിട്ട് കളക്ട് ചെയ്യുന്നു. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ലോൺ ഇൻഷുറൻസ്, പ്രീമിയം, റെൻറ്റ്. ഇൻട്രസ്റ്റ് പേ ചെയ്യുക, ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുക, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുക, റെൻറ്റ് പേ ചെയ്യുക. ഇതെല്ലാം ബാങ്ക്
കസ്റ്റമറിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്ത് ചെയ്യുന്ന സർവീസസ്. ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കസ്റ്റമർ ഫോർ പർച്ചേസിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വേരിയസ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോൺസ്. ഷെയറും ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെ പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യാനും കസ്റ്റമറുടെ ഏജൻ്റായിട്ട് ബാങ്ക് ആക്ട് ചെയ്യുന്നത് ഏജൻസി ഫംഗ്ഷനിൽ വരുന്നതാണ്. കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, കസ്റ്റമറിന് വേണ്ടിയിട്ട് കസ്റ്റമറുടെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കളക്ട് ചെയ്യുന്നത് ഏജൻസി ഫംഗ്ഷനാണ്. Then transfer of funds through demand draft and mail transfer. ഡിമാൻഡ് ഡ്രാഫ്റ്റിലൂടെ മെയിൽ ട്രാൻസ്ഫറിലൂടെയൊക്കെ പറയുന്ന അമൗണ്ട്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പർച്ചേസിൻ്റെയും സെയിലിൻ്റെ അകത്തും ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. ആക്ടിങ് ആസ് ആൻ എക്സിക്യൂട്ടർ, ട്രസ്റ്റി, അറ്റോർണി, അഡ്മിനിസ്ട്രേറ്റർ. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അതിൻ്റെ എക്സിക്യൂട്ടറായിട്ടും ട്രസ്റ്റി ആയിട്ടും അറ്റോർണി ആയിട്ടും അഡ്മിനിസ്ട്രേറ്ററും ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, ബാങ്ക് ആക്ട് ചെയ്യാം. എന്താണ് എക്സിക്യൂട്ടർ? ആസ് ആൻ എക്സിക്യൂട്ടർ ഇറ്റ് പ്രിസർവ്സ് ദ വിൽ ഓഫ് എ കസ്റ്റമർ ആൻഡ് എക്സിക്യൂട്ട് ആഫ്റ്റർ ദെയർ ഡെത്ത്. ഒരു എക്സിക്യൂട്ടർ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, വില്ല് കീപ്പ് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ വില്ല് കീപ്പ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ഡെത്തിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ട്രസ്റ്റി ആയിട്ട് എന്താണ്, ബാങ്ക് കസ്റ്റമറുടെ ഫണ്ട് ക്യാഷ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ബാങ്ക് ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അറ്റോർണി എന്ത് ചെയ്യാണ്, കസ്റ്റമറിന് വേണ്ടി കസ്റ്റമർ സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ കസ്റ്റമറിന് പകരം ബാങ്ക് സൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ബാങ്ക് കസ്റ്റമറിൻ്റെ അറ്റോർണി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയാം. ദെൻ പ്രിപ്പയറിങ് ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്ത് ക്ലെയിമിങ് ടാക്സ് റീഫണ്ട് എക്സെട്ര. കസ്റ്റമറിൻ്റെ ടാക്സ് റീഫണ്ട് കസ്റ്റമറിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും കസ്റ്റമറിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ഏജൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ബാങ്കിൻ്റെ എന്താണ്, ഏജൻസി ഫംഗ്ഷനാണ്. ദെൻ സെക്കൻഡറി ഫംഗ്ഷനിൽ രണ്ടാമത് വരുന്നത് ഏജൻസി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ ഫസ്റ്റ് വരുന്നതാണ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക. ഒരു കസ്റ്റമർ ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ അതിന് ഒരു LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ആ പേയ്മെൻറ്റിന് ബാങ്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി. ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ടൈമിലാണ് എന്ത് വരുന്നത്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഗ്യാരണ്ടി ദ ബയേഴ്സ് പേയ്മെൻറ്റ് ടു ദ സെല്ലർ. ബയറുടെ പേയ്മെൻറ്റ് സെല്ലറിന് ഗ്യാരണ്ടി ചെയ്യുകയാണ്. ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? ബാങ്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ആൻഡ് എൻഷുർ ടൈംലി ആൻഡ് ഫുൾ പേയ്മെൻറ്റ് ടു ദ സെല്ലർ. കറക്റ്റ് സമയത്ത് ആ പേയ്മെൻറ്റ് നടക്കും എന്നുള്ളതിന് ബാങ്ക് എൻഷുർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫോറിൻ ട്രേഡിലാണ് ഈ LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. Then next, facility for safe deposit locker. A safe deposit locker is basically a bank locker which is rented to the depositor of the bank. ഒരു ബാങ്കിൻ്റെ ഡെപ്പോസിറ്ററിന് റെൻറ്റിന് ബാങ്കിൻ്റെ ലോക്കർ അവൈലബിൾ ചെയ്തു കൊടുക്കുന്നതാണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. ദ ബാങ്ക് വിൽ ചാർജ് പീരിയോഡിക് റെൻറ്റ് മോസ്റ്റ്ലി ഓൺ ദ ആനുവൽ ബേസിസ്. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റോറിംഗ് വാല്യുബിൾസ്, ജുവലേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ജുവലറീസും അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബാങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ ഒരു ലോക്കർ എടുക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി ഒരു റെൻറ്റ് കൊടുക്കണം. കൂടുതലും റെൻറ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ആനുവൽ ബേസിലാണ് റെൻറ്റ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അണ്ടർ റൈറ്റിംഗ് ഓഫ് ഇഷ്യൂ. ഒരു ബാങ്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അണ്ടർ റൈറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ഫോർ അവോയ്ഡിങ് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതാണ്. അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ 90% എങ്കിലും ബൈ ചെയ്തെങ്കിൽ മാത്രമാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 90% എന്ത് ചെയ്യണം, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. അതല്ല എങ്കിൽ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള കേസുകളിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഒരു ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന രീതിയിൽ അതിൻ്റെ അത് 90% ഷെയർസും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എന്തോരം പെർസെൻറ്റേജ് സബ്സ്ക്രൈബ് ചെയ്താലാണോ 90% ആവുന്നത്, അത് ബാങ്കുകൾ പർച്ചേസ് ചെയ്യുന്നു. അതാണ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഇഷ്യൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ഫോർ അവോയ്ഡ് risk. They underwrite security at the time of issue to ensure minimum subscription of 90%. 90% minimum subscription ensure ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. നെക്സ്റ്റ്, ഫാക്ടറിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പർച്ചേസിങ് ട്രേഡ് ഡെപ്റ്റ് ഓർ ബിൽസ് റിസീവബിൾ. ഒരു ആളുകളുടെ പാർട്ടീസിൻ്റെ എന്ത് ചെയ്യുന്നു, ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ട്രേഡ് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഏത് രീതിയിലാണ്? ബാങ്ക് അവിടെ ഫാക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഡിസ്കൗണ്ട് ചെയ്ത് ബിൽസ് റിസീവബിൾസ് പർച്ചേസ് ചെയ്യുന്നു.
അതാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്ന ഏജൻസി സർവീസസ്. ദെൻ നെക്സ്റ്റ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഓണർ ഓഫ് ദ അസറ്റ് who grant the other party the right to use the asset in return for a periodical payment and the other party who is the user of such asset. ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ് ഒരു അസറ്റിൻ്റെ ഓണറും വേറൊരു പാർട്ടിയും തമ്മിലുള്ളത്. ദ അതർ പാർട്ടിക്ക് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നു. അതിനൊരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് എന്ത് ചെയ്യണം, കിട്ടണം. ദ അതർ പാർട്ടി ഹൂ ഈസ് ദ യൂസർ ഓഫ് സച്ച് അസറ്റ്, ആ അസറ്റിൻ്റെ യൂസറായിട്ട് വരുന്ന അതർ പാർട്ടി, അതാണ് ലീസ് ഫിനാൻസിങ്. പിന്നെ ബാങ്കുകൾ കൊടുക്കുന്ന മറ്റുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആണ് ATM ഫെസിലിറ്റി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രാവലേഴ്സ് ചെക്ക്, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇതെല്ലാം ബാങ്കിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ സെക്കൻഡ് ഡേയിൽ പഠിക്കേണ്ട ടോപ്പിക്സായ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ട്യൂട്ട് ഫയൽ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്. പബ്ലിക് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ട്യൂട്ട് ഫയൽ എന്ന് സെർച്ച് ചെയ്താൽ അത് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. JCയുടെ സിലബസ് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചായിട്ട് ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്